സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ ഗുരുതര അനാസ്ഥ. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നു. കൃത്യമായ ഇടവേളയിൽ നടക്കേണ്ട പരിശോധനയിൽ പോലും അലംഭാവം കാട്ടി ആരോഗ്യവകുപ്പ്. പെരുമാതുറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 4 വയസ്സുകാരന് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയ സംഭവം ജനം TV വാർത്തയാക്കിയിരുന്നു. തിരുവനന്തപുരം പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നില്ല എന്നതിനുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അനാസ്ഥ. സംസ്ഥാനത്ത് 900-ലധികം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് കൺട്രോളുടെ പരിശോധനയിൽ ഫാർമസിസ്റ്റുകാർക്കെതിരെ നടപടിയെടുത്തു. എങ്കിലും ഇത് ശാശ്വതമല്ല. നിലവാരമില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ സൂക്ഷിക്കുന്നതും വിതരണം ചെയ്യുന്നതും ചട്ടവിരുദ്ധമാണ്. എന്നാൽ ഇത് കണ്ടെത്താനോ നടപടികൾ സ്വീകരിക്കാനോ ആരോഗ്യവകുപ്പ് മുൻകൈയെടുക്കുന്നില്ല. ആരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ ആശുപത്രികളിലും പരിശോധനകൾ നടത്തി ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നതും ഗുരുതരമായ വീഴ്ചയാണ്. ജനം, തിരുവനന്തപുരം.